കൂട്ടുകാരെ, ഒരു 3 കിലോ പോത്തിറച്ചിയുണ്ട് കേട്ടോ. ഒരു നാടൻ രീതിയിലുള്ള കറിയാട്ടോ ഉണ്ടാക്കാൻ പോണേ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നമ്മുടെ നാട്ടിലേക്കുള്ള ചെറിയ സദ്യക്കൊക്കെ കിട്ടുള്ളൂ. ബീഫ് വെരളൻ, പുളിശ്ശേരി, തോരൻ, മീൻകറി, അച്ചാർ, ആ ഒരു രീതിക്ക് ഒരു പെരളൻ ടൈപ്പ് കിട്ടിയില്ലേ, അങ്ങനെ വെക്കുന്നതിൻ്റെ ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 കഷ്ണം പട്ടയും 5-6 ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഒരു തേങ്ങ ചെറുതായിട്ട് കൊത്തിയിട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഒരു 3-4 സവോളയുണ്ട്. അത് അതിൻ്റെ ആ കാമ്പങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് കിജാന്ന് പറഞ്ഞ് അങ്ങ് അരിഞ്ഞ് ചേർക്കുന്നു. അപ്പോൾ ഒരു 3 കിലോ ബീഫുള്ളൂ കേട്ടോ. ഒരു 4-5 സവോള. അതിനുശേഷം ഒരു 7-8 പച്ചമുളക് കീറൊന്നുമുണ്ട്, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. 2 തക്കാളി, അതുങ്ങളെയും ഇതുപോലെ സ്ലൈസ് ചെയ്ത് നമ്മുടെ ബീഫിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുക. അപ്പോൾ അത്രയായല്ലോ. അതിനുശേഷം നമ്മൾ പൊടികൾ ചേർക്കുകയാണ്. ആദ്യം പാകത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, അതിനുശേഷം മല്ലിപ്പൊടീൻ്റെ ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇത് ഗരം മസാല കേട്ടോ, 2 ടേബിൾ സ്പൂൺ അളവിൽ. 3 കിലോ ബീഫുണ്ടല്ലോ, അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുത്തു. ഇത് മീറ്റ് മസാല കേട്ടോ, അതും ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് പൊടി ചേർക്കുന്നില്ല, കാരണം മീറ്റ് മസാലയിൽ മുളകൊക്കെ ഉണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തളിച്ചിട്ട് ഇതുങ്ങളെയൊക്കെ നന്നായിട്ട് തിരുമ്മി അങ്ങ് കൂട്ടി അങ്ങ് സെറ്റ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് വെക്കണം. ഒരു 3 തേങ്ങയുടെ ഒറ്റ പാലെടുത്തിട്ടുണ്ട്. ഒറ്റപ്പാൽ, വെള്ളം കുറച്ചിട്ട് ഒറ്റപ്പാൽ 3 തേങ്ങയുടെ, നല്ല വിളഞ്ഞ തേങ്ങയുടെ. ഇതിൻ്റെ പകുതി നമ്മുടെ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ബാക്കി ഫിനിഷ് ചെയ്യുമ്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതുങ്ങളെയും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൂട്ടി ഒരു 20-25 മിനിറ്റ് മാറ്റി അങ്ങ് വെക്കുക. അതിനുശേഷം അടുപ്പത്ത് ഉരുളി വെച്ചിട്ട് നേരെ ഉരുളിയിലേക്ക് ഒരു മറി ഇതുപോലെ അങ്ങ് മറിച്ച് കൊടുക്കുക. ആ ബേസനൊക്കെ കഴുകി ഇച്ചിരി നകക്കെ വെള്ളം ഒഴിച്ചിട്ട് തീ അങ്ങ് കൊടുക്കുക. ഇനി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ, പൊടികളായിട്ട്. ലാസ്റ്റ് വേണേൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തിള വന്നു, ഇളക്കി കൂട്ടി ഒന്ന് യോജിപ്പിച്ച് വീണ്ടും മൂടി വെക്കുക. ഒരു 40-45 മിനിറ്റ് കൊണ്ട് ബീഫ് എന്തായാലും വെന്ത് കേട്ടോ. നല്ല സെറ്റ് കറിയായിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ അപ്പത്തിനും ഒക്കെ കൂടെ കൂട്ടുന്ന ഒരു കറിയുണ്ടല്ലോ, നല്ല ഉഗ്രൻ കറിയാണ്, നല്ല തിക്കായിട്ട്. അത് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. പല രീതികളിലും ഉണ്ടാക്കും. ഒരു 90% വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളത് അവിടെ കിടന്ന് വെന്തോളും. ഒന്നുകൂടെ മൂടി വെച്ച് വെന്ത് ബീഫിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് ഈ ഒരു പരുവത്തിനെത്തി കഴിയുമ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ തേങ്ങാപ്പാലുണ്ടല്ലോ, അത് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിപ്പാൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുങ്ങളൊക്കെ ഇളക്കി അങ്ങ് കൂട്ടുക. നല്ല ഉഗ്രനൊരു ടേസ്റ്റ് കേട്ടോ. ലാസ്റ്റ് ഒരല്പം കുരുമുളക് പൊടി ഇടുവാണ്, ഇച്ചിരി താളിപ്പും. എന്നാ ഒരു രുചിയാണെന്ന് പറയുക ബീഫ് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, അത് കൂട്ട് ടേസ്റ്റാണ്. ചില സ്ഥലങ്ങളിൽ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്ത് നല്ല തിക്ക് ഗ്രേവിയാകുള്ളൂ. പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. അതിലൊരു രീതിയാണ് കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തന്നത്. ചിലപ്പോൾ തേങ്ങ പേസ്റ്റ് ചേർത്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചില സ്ഥലത്ത് മല്ലി അരയ്ക്കാറുണ്ട് കേട്ടോ. അപ്പം കറി കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിലും മറ്റുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ. എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക് യു.